കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഓപ്ഷനുകൾ ഉണ്ട് എന്ന് ശശി തരൂർ MP. സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള തന്റെ അവകാശത്തെ ജനം അംഗീകരിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ടാണ് 4 തവണ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നും ശശി തരൂർ പറയുകയാണ്. ദ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ശശി തരൂരിന്റെ ഈ പരാമർശം വന്നിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പ്രധാന നേതാവിന്റെ അഭാവമുണ്ട് എന്ന് ശശി തരൂർ പറയുന്നുണ്ട്. പാർട്ടി അടിത്തട്ടിൽ നിന്ന് തന്നെ വോട്ടർമാരെ ആകർഷിക്കേണ്ടതാണ്. നന്നായി പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് 3ാം തവണയും കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുകയാണ്. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരുമായി തുടർ ചർച്ചകൾ ഇല്ല എന്നുള്ള സൂചനയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. LDF സർക്കാരിന്റെ വികസന നയത്തെ പുകഴ്ത്തിയതും മോദി പ്രശംസയും കോൺഗ്രസിനുണ്ടാക്കിയ പൊട്ടിത്തെറിയുടെ സാഹചര്യത്തിൽ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ശശി തരൂരും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി ശശി തരൂർ ആവർത്തിച്ചതോടെ അവഗണിക്കാനും KPCC നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി തരൂരിന് മറുപടി പറഞ്ഞ വിഷയം കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്നുള്ളതാണ് നേതാക്കൾക്കിടയിലെ ധാരണ. തരൂരിന്റേത് പാർട്ടി നിലപാടല്ല എന്ന് ഹൈക്കമാൻഡ് അടക്കം വിശദീകരിച്ചതിനാൽ ഇനി കൂടുതൽ ചർച്ചകൾക്ക് ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് കേരള നേതാക്കൾ എടുത്തിരിക്കുന്നത്. കേരളത്തിലെ നേതൃത്വം പരാജയമെന്നും തരൂർ തുറന്നടിച്ചിരിക്കുകയാണ്. ദേശീയ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് ശശി തരൂർ. തരൂർ വിവാദ പ്രസ്താവന ആവർത്തിക്കുന്നത് പ്രകോപനപരമാണ് എന്നും പക്ഷെ അതിൽ ഇനി വീഴേണ്ടതില്ല എന്നുമുള്ളതാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. തരൂരിന്റേത് പാർട്ടി നിലപാട് അല്ല എന്ന് ഇതിനകം അണികൾക്കും പൊതുസമൂഹത്തിനും മനസ്സിലായിട്ടുണ്ടെന്നും കൂടുതൽ പ്രതികരണങ്ങൾക്ക് നിന്നാൽ കാര്യങ്ങൾ വഷളാകുമെന്നാണ് KPCC നേതൃത്വം വ്യക്തമാക്കുന്ന കാര്യം. പാർട്ടിയിലെ അഭിപ്രായ ഭിന്നതകളുമായി ബന്ധപ്പെട്ട് തരൂർ നടത്തിയ പ്രസ്താവനയിൽ നേതാക്കൾക്ക് കടുത്ത അതൃപ്തി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ ഞങ്ങളുടെ പാർട്ടിയിൽ തമ്മിൽ തല്ല് ഉണ്ടാവാറുണ്ട് എന്നും എന്റെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതിൽ സന്തോഷമായിരുന്നു എന്നാണ് തരൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് അങ്ങേയറ്റത്തെ പരിഹാസമാണ് എന്നുള്ള വിലയിരുത്തൽ പല മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും തരൂർ പരസ്യ പ്രസ്താവനകൾ തുടരുന്നത് ആശയക്കുഴപ്പത്തിനും ഇടയാക്കിയിട്ടുമുണ്ട്. തരൂരിന്റെ നീക്കങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് സംസ്ഥാന നേതൃത്വത്തിനും വ്യക്തമല്ല. ഇതിനിടെയാണ് പുതിയ തരൂർ അഭിമുഖവും എത്തിയിരിക്കുന്നത്.